सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावतीतमस्तु मा विद्विषावहै। ओम शांति 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 हरि ओम। എല്ലാവർക്കും ഈ വാഗ്വർദ്ധനയ്ക്ക് സ്വാഗതം. പ്രസംഗം ആരംഭിക്കാൻ പോവാണ്. ആദ്യം തന്നെ ഈ വേദിയിൽ പ്രസംഗിക്കാൻ പോകുന്ന സായുജ്യനെ ഈ വേദിയിലിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സായുജ് കെ. ഞാൻ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഇന്നത്തെ എൻ്റെ കർത്തവ്യം എന്ന് വെച്ചാൽ ഭാഗവതത്തിലെ ഒരു കഥയും അതിലെ സാരാംശവും ഈ വേദിയിൽ പറയുക എന്നതാണ്. എൻ്റെ പേര് അഭിനവ് വിഎസ്. ഞാൻ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എൻ്റെ ഇന്നത്തെ കർത്തവ്യം എന്ന് പറയുന്നത് മഹാഭാരതത്തിൽ നിന്നും ഒരു കഥ പറയുക എന്നതാണ്. ഒരു ദിവസം കൃഷ്ണനും കൃഷ്ണൻ്റെ കൂട്ടുകാരും കൂടി ഉൾക്കാട്ടിലേക്ക് പശുക്കളെ മേയ്ക്കാനായി പോയി. അപ്പോൾ അവർ അവിടെ ഒരു ഗുഹ കണ്ടു. ആ ഗുഹയുടെ രൂപം പാമ്പിനെ പോലെയായിരുന്നു. അഗാസുരൻ എന്ന് പറഞ്ഞ അസുരനായിരുന്നു പാമ്പിൻ്റെ രൂപമെടുത്ത് ഗുഹ പോലെ കൃഷ്ണനെ കൊല്ലാൻ വേണ്ടി കടന്നത്. കഥയുടെ പേര് കുരുവിയുടെ വിശ്വാസം എന്നതാണ്. കഥ തുടങ്ങുന്നത് മഹാഭാരത യുദ്ധം നടക്കുന്ന സമയം കുരുക്ഷേത്ര യുദ്ധഭൂമിയിലേക്ക് എത്തുന്ന സൈനിക വ്യൂഹങ്ങൾക്ക് സഞ്ചരിക്കാനായി വഴി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആനയെ വെച്ച് മരങ്ങൾ പിഴുതെറിഞ്ഞാണ് അവർ ഉണ്ടാക്കുന്നത്. അപ്പം കൃഷ്ണന്റെ കൂട്ടുകാർ ഈ ഗുഹ കണ്ട് അത്ഭുതപ്പെട്ട് ഗുഹയ്ക്കടുത്തേക്ക് പോയി. അപ്പോഴാണ് ഒരു മരത്തിൽ നിന്ന് അമ്മക്കുരുവിയും കുഞ്ഞക്കുരുവികളും നിലത്തേക്ക് ധരിച്ചത്. അപ്പോഴാണ് യുദ്ധഭൂമി നിരീക്ഷിക്കാനായി അർജുനോടൊപ്പം ശ്രീകൃഷ്ണൻ അങ്ങോട്ടെത്തിയത്. എൻ്റെ പേര് ആര്യൻ. ഞാൻ 9ാം ക്ലാസ് വിദ്യാർത്ഥി. ഞാനെന്ന് പറയാൻ പോകുന്നത് മഹാഭാരതത്തിലെ ഒരു കഥയാണ്. ഭീമൻ എങ്ങനെയാണ് ഇത്രയും ശക്തി കിട്ടിയത് എന്നുള്ള കഥയാണ് പറയുന്നത്. അപ്പോൾ ശ്രീകൃഷ്ണൻ ചോദിച്ചു, ആരാണ് കുരുവി? അപ്പോൾ അമ്മക്കുരുവി പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഒരു ദുരന്തം സംഭവിച്ചിരിക്കുന്ന ഭഗവാന്. ദുര്യോധനന് ഭീമൻ്റെ കഥ കൊണ്ട് തന്നെ മരിക്കേണ്ടി വന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് അഭിജിത്ത്. ഞാൻ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് രാമായണത്തിലെ ഒരു കഥയാണ്. രാവണവധം കഴിഞ്ഞ് രാമൻ സീതയെ രാവണൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിച്ച് അയോധ്യയിലെ രാജാവായി. അങ്ങനെ രാജാവാകുന്നതിന് മുമ്പും ശേഷവും അയോധ്യയിൽ ഒരു തെറ്റും പരാതികളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഹസ്തിനപുരിയിൽ ധൃതരാഷ്ട്രപുത്രന്മാരായ കൗരവരും പാണ്ഡവപുത്രന്മാരായ പാണ്ഡവരും ഒരുമിച്ച് വളർന്നു. പഠനത്തിലായാലും കളികളിലായാലും എപ്പോഴും മികവ് കാഴ്ചവെച്ചിരുന്നത് പാണ്ഡവരായിരുന്നു. അങ്ങനെ അയോധ്യ രാജ്യത്തിലെ പ്രജകൾക്ക് എന്തെങ്കിലും പറയുകയാണെങ്കിൽ രാജകൊട്ടാരത്തിന് മുന്നിൽ ഒരു മണി തൂക്കിയിടുമായിരുന്നു. നമസ്തേ, എൻ്റെ പേര് കൃഷ്ണൻഡു. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന മഹാഭാരതത്തിനെടുത്ത ഒരു ചെറിയ കഥയാണ്. നമസ്തേ, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് മഹാഭാരതത്തിലെ ഭീമൻ്റെ അഹങ്കാരദർപ്പം എന്നൊരു കഥയാണ്. അതിനു മുമ്പിൽ ആയുധ പരിശീലനം ആരംഭിച്ചു. നമ്മൾക്കെല്ലാവർക്കും അറിയാം, കൗരവരും പാണ്ഡവരും ഇവർ ചെറുപ്പം തൊട്ട് ഒരുമിച്ച് കളിച്ച് വളർന്ന് ആൾക്കാരാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ശക്തിശാലിയായത് ഭീമൻ തന്നെയായിരുന്നു. അപ്പോൾ ഭീമന് അതിൻ്റേതായിട്ടുള്ളൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. വ്യാസചിട്ട ജഗത്സരം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അത് പണ്ടേ പ്രസിദ്ധമാണ്. ഇനി ഞാൻ എൻ്റെ വിഷയത്തിൽ കിടക്കുന്നു. രാവണന്മാരുടെ മുന്നിൽ ഹനുമാൻ വലിയൊരു ഭീകരനായിരിക്കും. പക്ഷേ രാമൻ്റെ സീതയുടെ മുന്നിൽ ഒരു പാവം കുട്ടിയുടെ പോലെ ആയിരിക്കും. അതേപോലെ ആവാൻ നോക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ഈ വാഗ്വർദ്ധനയിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ നന്ദി. ഇനി ശാന്തി മന്ത്രത്തോടു കൂടി ഈ വാഗ്വർദ്ധന ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ശ്രീരാമകൃഷ്ണ